ദക്ഷയാഗഭൂമിയായ കൊട്ടിയൂരിലെ കാടിനും പുഴയ്ക്കും നടുവിൽ നടക്കുന്ന 28 നാളത്തെ വൈശാഖ മഹോത്സവത്തിലേക്ക് നമുക്ക് പോകാം. വയനാട് മുതിരേരിക്കാവിൽ നിന്നും വീരഭദ്രന്റെ പവിത്രമായ വാൾ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്നതോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. ആയിരക്കണക്കിന് ഭക്തർ സമർപ്പിക്കുന്ന നെയ്യുപയോഗിച്ച് നടത്തുന്ന നെയ്യാട്ടം ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭക്തിസാന്ദ്രവുമായ ഒരു ചടങ്ങാണ് മണത്തണയിൽ നിന്നും അതീവ രഹസ്യമായി തങ്കവും സ്വർണ്ണാഭരണങ്ങളും അടങ്ങിയ തിരുവാഭരണ ഭണ്ഡാരം അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തിക്കുന്ന ചടങ്ങ്. ഭണ്ഡാരം എഴുന്നള്ളത്തിന് ശേഷം മാത്രമാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ദർശനം നടത്താൻ അനുവാദമുള്ളത്. ദക്ഷന്റെ താടിയെ അനുസ്മരിപ്പിക്കുന്ന ഈറ്റനാരുകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഓടപ്പൂക്കൾ കൊട്ടിയൂർ യാത്രയുടെ ഏറ്റവും വലിയ അടയാളമാണ്. ഉത്സവേസ് നാളുകളിലെ ആദ്യത്തെ പ്രധാന ആരാധനയായ തിരുവോണം ആരാധനയും സദ്യയും വലിയ ഭക്തിയോടെയാണ് ഇവിടെ നടക്കുന്നത്. മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്രതശുദ്ധിയോടെ ഭക്തർ ചുമലിൽ